ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ പ്രപഞ്ചം നമ്മുടെ ചിന്തകൾക്കും അതീതമായ ഒന്നാണ്. നമുക്ക് കാണുവാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യുവാൻ സാധിക്കുന്ന നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ മാത്രം ഏതാണ്ട് 90 ബില്യൺ പ്രകാശവർഷത്തോളം വ്യാസമുണ്ട്. ഈ പ്രദേശത്താകട്ടെ ഏകദേശം 100 ബില്യണോളം ഗാലക്സികളുമുണ്ട്. ഈ ഓരോ ഗാലക്സികളിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങളും അതിനെ വലയം വെക്കുന്ന അനേകം കോടി ഗ്രഹങ്ങളുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എന്നുള്ളത് സർവ്വ സാധാരണമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മളെക്കാൾ പുരോഗമിച്ച അന്യഗ്രഹ ജീവികൾ ഇതിനോടകം തന്നെ നമ്മുടെ ഗാലക്സിയിൽ നിറഞ്ഞിരിക്കേണ്ടതല്ലേ? എന്നാൽ എന്തുകൊണ്ട് നമ്മൾ ആരെയും കാണുന്നില്ല? ഈ വിരോധാഭാസമാണ് ഫെർമീസ് പാരഡോക്സ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് നമുക്ക് സിവിലൈസേഷനുകളെ മൂന്നായി തരംതിരിക്കാം. ഒന്നാമതായി ഒരു ടൈപ്പ് 1 സിവിലൈസേഷൻ. അവരുടെ ഗ്രഹത്തിലെ മുഴുവൻ ഊർജവും ഉപയോഗിക്കുവാൻ കഴിവുള്ള ഒരു സിവിലൈസേഷനെയാണ് ടൈപ്പ് 1 സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ മനുഷ്യർ ടൈപ്പ് 1ലേക്ക് എത്തുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായുള്ളതാണ് ടൈപ്പ് 2 സിവിലൈസേഷൻ. താങ്കളുടെ നക്ഷത്രത്തിൻ്റെ മുഴുവൻ ഊർജവും ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഒരു നാഗരികതയെയാണ് ടൈപ്പ് 2 സിവിലൈസേഷൻ എന്ന് വിളിക്കുക. മൂന്നാമതായി ടൈപ്പ് 3 സിവിലൈസേഷൻ. ഒരു ഗാലക്സിയിലെ മുഴുവൻ ഊർജവും നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഒരു നാഗരികതയാണ് ടൈപ്പ് 3 സിവിലൈസേഷൻ. നമ്മൾ മനുഷ്യർ കഴിഞ്ഞ 100 വർഷം കൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വലിയ പുരോഗതികൾ നേടുകയുണ്ടായി. ഒരു തലമുറയ്ക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ബഹിരാകാശ വാഹനം നിർമ്മിക്കുവാൻ സാധിച്ചാൽ പോലും 20 ലക്ഷം വർഷം കൊണ്ട് നമുക്ക് ഗാലക്സികൾ പോലും കോളനൈസ് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളെക്കാൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട അനേക ജീവജാലങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ ഈ ഗാലക്സികൾ മുഴുവനും കോളനൈസ് ചെയ്യുവാനായി അവരെ കൊണ്ട് സാധിക്കുമായിരുന്നില്ലേ? ഈ ചോദ്യം ചെന്നെത്തി നിൽക്കുന്നതും ഫെർമീസ് പാരഡോക്സിൽ തന്നെയാണ്. ഈ ചോദ്യത്തിന് നമ്മുടെ ശാസ്ത്രലോകത്തിന് കൃത്യമായ ഒരു ഉത്തരമില്ല എങ്കിലും ചില സാധ്യതകൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്നാമതാണ് ദി ഗ്രേറ്റ് ഫിൽട്ടർ തിയറി. പ്രപഞ്ചത്തിൽ ജീവന്റെ വളർച്ചയെ തടയുന്ന എന്തോ ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയുടെ ചരിത്രമെടുത്താൽ പോലും 90% ജീവവർഗങ്ങളും വംശനാശം നേരിട്ടിട്ടുമുണ്ട്. ഇതൊരു പക്ഷേ ഒരു തടസ്സമായിരിക്കാം. ഒരു സിവിലൈസേഷൻ അതിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളരെ പുരോഗമിക്കുമ്പോൾ ഒരു യുദ്ധമോ ഒരു രോഗമോ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി ദുരന്തം കാരണമോ അത് സ്വയം നശിക്കപ്പെട്ടേക്കാം. അത്തരത്തിൽ ഒരു സിവിലൈസേഷന് പുരോഗമിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് സിവിലൈസേഷനുകളുമായി ബന്ധപ്പെടുവാൻ അവർക്ക് സാധിക്കാതെയും വരുന്നു. രണ്ടാമതായി, നമ്മൾ അവരെ തേടുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളായിരിക്കുകയില്ല ഒരു പക്ഷെ അവർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആശയവിനിമയ രീതികൾ അവർക്ക് മനസ്സിലാകുന്നുമില്ലായിരിക്കാം. അവരുടെ സിഗ്നലുകൾ നമുക്ക് ഡീകോഡ് ചെയ്യാൻ സാധിക്കാത്തതുമാകാം. ഉദാഹരണത്തിന്, നമുക്ക് ഭൂമിയിലെ മറ്റ് ജീവികളുമായി ആശയവിനിമയം നടത്തുവാൻ സാധിക്കാത്തതുപോലെ അവർ അയക്കുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന് റെഡ്ഷിഫ്റ്റ് സംഭവിക്കുകയും അത് നമ്മുടെ ഉപകരണങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും ചെയ്യാം. മൂന്നാമതായി മുൻപോട്ട് വന്ന ആശയം ഇതായിരുന്നു: നമ്മളെക്കാൾ ദശലക്ഷക്കണക്കിന് വർഷം മുമ്പ് രൂപം കൊണ്ട ഒരു സിവിലൈസേഷൻ നമ്മൾ പരിണമിച്ചു വരുന്നതിന് മുൻപേ ഇവിടെ എത്തിയിരിക്കാം. അവർ നമ്മളെ രഹസ്യമായി നിരീക്ഷിക്കുന്നുമുണ്ടാകാം. പക്ഷെ നമുക്ക് അവരെ കണ്ടെത്തുവാനായി സാധിക്കുന്നില്ല എന്ന് മാത്രം. ഇത് നമ്മൾ ഒരു വന്യജീവി സങ്കേതത്തിലെ മൃഗങ്ങളെ നിരീക്ഷിക്കുന്നതിന് പോലെ തുല്യമായിരിക്കാം. അവരെ നേരിട്ട് ബന്ധപ്പെടാതിരിക്കാൻ ഒരു കാരണം ഒരുപക്ഷെ നമ്മൾ പൂർണ്ണമായി വികസിക്കാത്ത ഒരു സിവിലൈസേഷൻ ആയതുകൊണ്ടുമാകാം. ഫെർമീസ് പാരഡോക്സ് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കായിരിക്കാം. അതുമല്ലെങ്കിൽ മറ്റ് സിവിലൈസേഷനുകളെ കണ്ടെത്തുവാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുമുണ്ടായിരിക്കുകയില്ല. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സാധ്യത മുൻപോട്ട് വയ്ക്കുന്നത് പ്രശസ്ത സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനായ സ്ക്ലിൻയു അവതരിപ്പിക്കുന്ന ഡാർക്ക് ഫോറസ്റ്റ് സിദ്ധാന്തമാണ്. ഇവിടെ ഓരോ സിവിലൈസേഷനും ഒരു നിശബ്ദമായ വേട്ടക്കാരനാണ്. ഒരു സിവിലൈസേഷൻ അതിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി സിഗ്നലുകൾ അയച്ചാൽ
അത് മറ്റ് സിവിലൈസേഷനുകൾക്ക് തന്നെ ഭീഷണിയായി കണക്കാക്കപ്പെടാം. മറ്റൊരു ജീവിവർഗത്തെ കണ്ടെത്തുന്ന ഒരു വേട്ടക്കാരൻ സ്വയം ഇരയാകപ്പെടാതിരിക്കാൻ അവരെ ഇല്ലാതാക്കുന്നതാണ് ഏറ്റവും യുക്തിപരമായ നടപടി. മറ്റ് ജീവിവർഗങ്ങളുടെ ഉദ്ദേശമോ സാങ്കേതിക ശേഷിയോ അറിയാത്തതിനാൽ ഏറ്റവും മോശമായത് അനുമാനിക്കുന്നതാണ് സുരക്ഷിതമായ മാർഗം. അതിനാൽ പ്രപഞ്ചം നിശബ്ദമായതുകൊണ്ടല്ല, മറിച്ച് എല്ലാ സിവിലൈസേഷനുകൾക്കും ശബ്ദമുണ്ടാക്കുവാനായി ഭയപ്പെടുന്നതാണ് ഈ നിശബ്ദതയ്ക്ക് കാരണമെന്ന് ഡാർക്ക് ഫോറസ്റ്റ് തിയറി പറഞ്ഞു വെക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അവസാനത്തെ ഹൈപ്പോത്തസിസാണ് ദ റെയർ ഹൈപ്പോത്തസിസ്. ബുദ്ധിപരമായ ജീവനെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ തീർത്തും അപൂർവമാണെങ്കിലോ? സങ്കീർണമായ ജീവൻ പരിണമിച്ചു ഉണ്ടാകുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ അങ്ങേയറ്റം സവിശേഷവും ആകസ്മികവുമാണ്. ജീവൻ നിലനിൽക്കുവാനായി ഒരു ഗ്രഹം അതിൻ്റെ ഹാബിറ്റബിൾ സോണിൽ ആയാൽ മാത്രം പോരാ, അതിന് അനുയോജ്യമായ ഒരു നക്ഷത്രം വേണം. ധൂമകേതുക്കളെ തടയുവാൻ സഹായിക്കുന്ന വ്യാഴത്തെപ്പോലെ ഒരു ഗ്രഹം അതിന് കൂട്ടിനു വേണം. സ്ഥിരമായ ഭ്രമണപഥം നിലനിർത്തുവാനായി അതിൻ്റെ അച്ചുതണ്ടിന് ശക്തിയുണ്ടാകണം. കാലാവസ്ഥയെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്ന പ്ലേറ്റ് ടെക്ടോണിക് പോലുള്ള കാര്യങ്ങളും ഉണ്ടാകണം. സൂക്ഷ്മജീവികൾ പ്രപഞ്ചത്തിൽ വ്യാപകമായി കാണാമെങ്കിലും ഏകകോശ ജീവികളിൽ നിന്ന് ബഹിരാകാശ യാത്ര നടത്തുവാൻ കഴിവുള്ള ബുദ്ധിയുള്ള ഒരു ജീവജാലങ്ങളിലേക്ക് രൂപപ്പെട്ടു വരുവാനുള്ള സാധ്യതകൾ വളരെ ചുരുക്കവുമായിരിക്കാം. സോ അപ്പോൾ ഇതാണ് ഫെർമീസ് പാരഡോക്സ്. ഫെർമീസ് പാരഡോക്സിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. തീർത്തും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ നമുക്കുള്ളൂ. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെയാണ് നമുക്കൊരു മോട്ടിവേഷനായിട്ടിരിക്കുക. അപ്പോൾ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ടാറ്റാ ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.